ഇന്ന് ഞങ്ങളുടെ മൂത്ത പുത്രൻ്റെ ബർത്ത്ഡേ ആയിരുന്നുകൊണ്ട് ഇച്ചിരി പാലട പായസം വെച്ചു. അത്യാവശ്യം കുഴപ്പമില്ലാതെ വന്നു. ഇതാ കണ്ടോ, ഇവിടെ ഒരു 750 ഗ്രാം പാലട ഞാൻ വേവിക്കാൻ വെച്ചു. അതിനാവശ്യമായിട്ടുള്ള പഞ്ചസാര കാരമലൈസ് ചെയ്തൊരു കാരമൽ ടേസ്റ്റും പിന്നെ കളറും ഒക്കെ കിട്ടാൻ വേണ്ടി ഏകദേശം 7 ലിറ്റർ പാല് തിളപ്പിക്കാൻ വെച്ചു. ഇച്ചിരി കൂടുതൽ ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നേ. ഞാൻ 200 ഗ്രാം പഞ്ചസാരയാണ് കാരമലൈസ് ചെയ്തത്. ഒരു 700 ഗ്രാം പഞ്ചസാര ചേർത്ത് കൊടുത്തു. പിന്നെ 2 കണ്ടൻസ് മിൽക്കും ഉണ്ടായിരുന്നു. പാല് തിളച്ച് വന്നപ്പോൾ അതിലേക്ക് കാരമലൈസ് ചെയ്ത് വെച്ച് ഷുഗർ ചേർത്ത് കൊടുത്തു. വേവിച്ച് നമ്മൾ ഊറ്റിയെടുത്ത് തണുത്ത വെള്ളത്തിൽ കഴുകിയ അട ചേർത്ത് കൊടുത്തു. പാലടേക്കാളും എനിക്ക് ഈസി അടപ്രഥമന്, പക്ഷെ അവന് വൈറ്റ് പായസം വേണമെന്ന് പറഞ്ഞു. വൈറ്റ് പായസത്തിനകത്ത് സേമിയായി നമുക്ക് പായസത്തിൻ്റെ കൂട്ടത്തിൽ കൂട്ടാൻ പറ്റത്തില്ലല്ലോ, അതുകൊണ്ട് പിന്നെ പാലട ഉണ്ടാക്കി. ടേസ്റ്റിനായിട്ട് ഇച്ചിരി നെയ്യ് ചേർത്ത് കൊടുക്കുക. ഇത് ഒരുമാതിരി കുറുകി വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന ഏലക്ക, പഞ്ചസാര ചേർത്ത് പൊടിച്ച് വെച്ചിരിക്കുന്ന ഏലക്ക ചേർക്കാം. ശരിക്കും പറഞ്ഞാൽ അത് ഇച്ചിരി പാലിനകത്ത് കലക്കി ഒഴിക്കുകയെന്ന് ഇങ്ങനെ കട്ട കെട്ടത്തില്ല. അടുപ്പ് ഓഫ് ചെയ്തിട്ട് നമുക്ക് കുറച്ച് നട്ട്സ് കൂടെ വറുത്തിടണം. ചിലർ പാലടയ്ക്കകത്ത് വേറെ ഒന്നും ചേർക്കത്തില്ല, പക്ഷേ ഇടയ്ക്കൊന്ന് കടിക്കുന്ന ഒരു രുചിയാണല്ലോ, അതുകൊണ്ട് കുറച്ച് നട്ട്സ് കൂടെ വറുത്തിടാം. നമ്മുടെ പാലട പ്രഥമൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഇരിക്കുന്തോറും കുറച്ചുകൂടെ കുറുകും. ഇത് തണുത്ത് കഴിയുമ്പോഴെപ്പോഴും പായസം അങ്ങനെ ആണല്ലോ, ഇരിക്കുമ്പോൾ കുറച്ചുകൂടെ കുറുകിയിരിക്കും. അപ്പം നമ്മുടെ രുചികരമായ പാലട പ്രഥമൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഓണത്തിനൊക്കെ ഉണ്ടാക്കാൻ പറ്റിയൊരു പായസമാണ്. വിവേക് എൻജോയ് ചെയ്തു, അതുകൊണ്ട് എനിക്കൊരു ആത്മനിർവൃതിയുണ്ട്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോസ്. ലവ് യു ഓൾ.